സുധാകരൻ ഇപ്പോൾ CPM നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒരു ചെണ്ടയായി മാറിയിരിക്കുകയാണ്. ഏത് പ്രവർത്തകനും ഏത് നേതാവിനും ഏത് സമയം വേണമെങ്കിലും വിമർശിക്കാം. അതെന്താണ്, അദ്ദേഹം രാമായണം വായിക്കുന്നത് കൊണ്ടാണോ? അല്ല, രാമായണം വായിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് പദാവലി, വെക്കാബുലറി ധാരാളമുണ്ട്, പദസമ്പത്തുണ്ട്. അത് നല്ലത് തന്നെയാണ്. അതിനകത്ത് ആധ്യാത്മിക വശമുണ്ടോ, അതല്ല കൂടുതൽ ഭാഷാപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വേണമെങ്കിലും ആകാം. പക്ഷെ ഇവിടെ ഇപ്പോൾ സുധാകരൻ എല്ലാത്തിലും ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ നല്ല കാര്യങ്ങളെ നല്ല രീതിയിൽ പറയുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് ലഹരിക്കെതിരെ രമേശ് ചെന്നിത്തല MLA ഞായറാഴ്ച ആലപ്പുഴ കടപ്പുറത്തൊരു സമൂഹ നടത്തി. അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇതിപ്പം എല്ലാ കാര്യത്തിനും ഇപ്പോൾ AKG സെൻറ്ററിൽ നിന്ന് തീട്ടൂരം വാങ്ങണമോ, എന്തിനെക്കുറിച്ച് അഭിപ്രായം പറയണ്ട എന്നുള്ളത്. ഇതിപ്പം നമ്മൾ തരൂര് നരേന്ദ്രമോദിയെ വാഴ്ത്തിയതുപോലെ ആയിപ്പോയി അല്ലേ? അവിടെ തരൂര് നരേന്ദ്രമോദി ചെയ്ത കാര്യം നല്ലതാണ് എന്ന് തോന്നിയതുകൊണ്ട് അദ്ദേഹം അതിനെ അഭിനന്ദിച്ചു. ഇവിടെ ചെന്നിത്തല ചെയ്ത കാര്യം ഇവർക്ക് എന്താണെന്നറിയാമോ ഭയം? 2026 തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇങ്ങനെ സുധാകരൻ ഇരുന്ന് വിമർശിച്ചുകൊണ്ടിരുന്നാൽ അതിനടി വീഴാൻ പോകുന്നത് ആലപ്പുഴയിൽ, ജില്ലയിൽ തന്നെ LDFന് വലിയ ഷോക്ക് ഉണ്ടാകും. കാരണം 2021 പിണറായി വിജയൻ മാറ്റി നിർത്തിയതാണ് സുധാകരനെ. സുധാകരൻ അന്ന് മുതൽ നിശിതമായ രീതിയിൽ പാർട്ടിയെ വിമർശിക്കുന്നുണ്ടല്ലോ, ആരെയും വിമർശിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനകത്ത്. അപ്പം അതിനകത്ത് ഇവർക്ക് ഭയം. ഒന്നാമത്, പ്രത്യേകിച്ച് ഈ ആലപ്പുഴ ജില്ലയിൽ വിഭാഗീയത വളരെ രൂക്ഷമാണ്. പിന്നെ ചില മണ്ഡലങ്ങൾ ഇവർക്ക് കൈവിട്ടു പോകും എന്നുള്ള ഒരു തോന്നലുണ്ട്. തോന്നലല്ല, ശരി തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ മുന്നേറ്റം, പിന്നെ ഈഴവ വോട്ടുകളൊക്കെ BJPയിലേക്ക് മാറിപ്പോയി. അത് CPMന്റെ തന്നെ വോട്ടുകളാണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ 2ാം സ്ഥാനം 3ാം സ്ഥാനം തമ്മിൽ വലിയ വ്യത്യാസമില്ല. അപ്പം ഒരുപാട് BJPക്കായാലും വിജയസാധ്യതയുണ്ട്, കോൺഗ്രസിനും വിജയസാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഹരിപ്പാട് മണ്ഡലം തന്നെ നോക്ക്, ചെന്നിത്തല വേവലാതി പിടിച്ചു നടക്കുകയാണ്. അവിടെ തൊട്ടു പിന്നാലെ എത്തി, 2ാം സ്ഥാനത്തെത്തി ശോഭാ സുരേന്ദ്രൻ. ഇപ്പൊ കായംകുളത്ത് നോക്കിക്കോ, കായംകുളത്ത് വലിയ പ്രശ്നമാണ്. പ്രതിഭാകരിയാണ് അവിടുത്തെ MLA. 2021 പ്രതിഭാകരി അവിടെ വലിയ പാർട്ടിയുമായിട്ടൊക്കെ ഇത്തിരി ഉരസലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പ്രതിഭാകരിയെ ഏത് തരത്തിലും ഒക്കെ പകരം വീട്ടാൻ വേണ്ടി പാർട്ടിക്കാരും ഒക്കെ നടന്നു. മകനെ കുടുക്കിയതും ഒക്കെ ഉണ്ട്. അത് കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു. പ്രതിഭാകരിയെ ഇനി എന്തായാലും ഇപ്പം 2 ടേം പൂർത്തിയാക്കി എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ മാറ്റി നിർത്തും. ഈ കഴിഞ്ഞ തവണ ജയിച്ചത് വലിയ ഭൂരിപക്ഷമൊന്നും ഇല്ല. അവിടെ അതിശക്തമായ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ശോഭാ സുരേന്ദ്രൻ BJPക്ക് വേണ്ടി വരും. കോൺഗ്രസിൽ നിന്ന് 2021 മത്സരിച്ച അരിത ബാബു, പിന്നെ CPMൽ നിന്ന് അവിടെ CS സുജാതയായിരിക്കും മത്സരിക്കുന്നത് എന്നറിയുന്നു. CS സുജാത മുമ്പ് മാവേലിക്കരയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ വനിതകൾ ഏറ്റുമുട്ടുന്ന ഒരു വലിയ അതിശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമായിട്ട് കായംകുളം മാറുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സുധാകരനെതിരെയുള്ള നീക്കം, സുധാകരനെ 2026 തലപൊക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഇവര് സൈബർ ആക്രമണം നടത്തുകയാണ്. ഇപ്പൊ സുധാകരൻ കൃത്യമായിട്ടെല്ലാം തരം താഴ്ത്തുകയാണ് ഓരോ കമ്മിറ്റിയിലേക്ക് ഇങ്ങനെ തുടർച്ചയായി. അതെ, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി എവിടെ താഴ്ത്തിയാലും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല. ഇദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് പൊതുമരാമത്താണ്. അതിനെതിരെ അദ്ദേഹം വിമർശിച്ചു. ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന ആളിന് എതിരെ ഈ സമീപകാലത്തൊരു വിമർശനം ഉണ്ടായിരുന്നു. അതൊന്നും ഈ പാർട്ടിയിലെ ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പം നമുക്കറിയാം, അല്ല, പൊതുമരാമത്ത് വകുപ്പിനെയും മരുമകനെയും വിമർശിച്ചാൽ ആർക്കാണ് കൊള്ളുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം, കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഈ കൈ പൊള്ളുന്നതും, അതായത് കളങ്കം ഉള്ളതായി തീരുന്ന ഒരു വകുപ്പാണ് പൊതുമരാമത്ത്. അത് ഇത്തിരി തൻ്റെ ഇടം ഉണ്ടെങ്കിലേ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് സുധാകരൻ അത് കൃത്യമായി ചെയ്തു എന്നുള്ളതാണ്. സുധാകരൻ്റെ മേൽ യാതൊരു തരത്തിലുള്ള അഴിമതി ആരോപണവും ഇല്ലല്ലോ. കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു പോവുകയും ചെയ്തു. അതിൻ്റെതായ ഒരു തൻ്റെ ഇടം അദ്ദേഹത്തിന് ഉണ്ട്. നല്ല മന്ത്രി തന്നെ ആയിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. 2016 അദ്ദേഹത്തെയാണ് മാറ്റി നിർത്തിയത്. എന്നിട്ട് അദ്ദേഹം 21 ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി H. സലാം
പ്രവർത്തിച്ചില്ല എന്ന് പറയുകയുണ്ടായി. അവിടെ ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നു, കൂട്ടുകെട്ടാണെന്ന് നമുക്കറിയാം. സലാമിന് SDPIയുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഇതൊക്കെ സുധാകരന് വ്യക്തമായിട്ട് അറിയുന്നതാണ്. പിന്നെ ആലപ്പുഴയിലെ ഇനിയിപ്പോൾ നോക്കിക്കോ, നഷ്ടപ്പെടാൻ പോകുന്ന ഇവർക്ക് ചെങ്ങന്നൂർ മണ്ഡലമൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും. സജി ചെറിയാൻ എൻ്റെ പ്രവർത്തന രീതികളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല. അവിടെ ഈ ജ്യോതി വിജയകുമാർ മത്സരിക്കാൻ സാധ്യതയുണ്ട് കോൺഗ്രസ്സിൽ. അപ്പോൾ അത് നഷ്ടപ്പെടാവുന്നതാണ്. അങ്ങനെ ചില മണ്ഡലങ്ങൾ ആലപ്പുഴയിലെ LDFന് നഷ്ടം സംഭവിക്കും. അമ്പലപ്പുഴയിലെ കാര്യവും സംശയമുണ്ട്. ഇപ്പോൾ കായംകുളം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ആലപ്പുഴയിലെ ചിത്രജനാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് ഇവർ 2021 ആലപ്പുഴയിൽ നിന്ന് മാറ്റി നിർത്തിയത്, സുധാകരനെയും ഐസക്കിനെയും. അതിൻ്റെ ക്ഷീണം അവിടെ പാർട്ടിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പം സുധാകരൻ ഈ അങ്ങനെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയൊന്നും അല്ല പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സുധാകരൻ തിരുത്താൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തെ പോലെ മുതിർന്ന ഒരാളെയാണ് ഈ വളരെ യങ്ങായിട്ടുള്ള അല്ലേ, അവർ സൈബർ ആക്രമണം നടത്തുന്നത്, മോശം അശ്ലീല പദങ്ങൾ ഉപയോഗിക്കുക, ഒരു സഭ്യമല്ലാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുക, ഇതല്ലല്ലോ വേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ ഇതെല്ലാം വിലക്കാനുള്ളത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമാണല്ലോ. അവർ മൗനത്തിലാണ്. കുറച്ച് നാളുകളായി തന്നെ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ആലപ്പുഴയിലെ നിരന്തരം എല്ലാ പ്രവർത്തകരും, പ്രത്യേകിച്ച് അറിയാമല്ലേ, സലാം അടക്കമുള്ളവർ വിമർശിക്കുന്നത് പതിവാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സംസ്ഥാന നേതൃത്വം ഇടപെടാത്തത്? ആലപ്പുഴ ജില്ലയിലെ വിഭാഗീയത തന്നെ പല പ്രാവശ്യം പലരും നേരിട്ട് ഇടപെട്ടിട്ടുള്ളതാണ്. പിണറായി വിജയൻ തന്നെ പല പ്രാവശ്യം ഇടപെട്ടിട്ടുള്ളതാണ്. അവിടുത്തെ വിഭാഗീയത ഒരിക്കലും പരിഹരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് കമ്മിറ്റിയിൽ പിരിച്ചുവിട്ടിട്ടുണ്ട്. കുട്ടനാട് ഭാഗത്ത് ഒരുപാട് പേര് ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച് മറ്റു പാർട്ടികളിലേക്കൊക്കെ പോയി, BJPയിലൊക്കെ പോയി. ഈ നമുക്കറിയാം CPIയിലുള്ള ആഞ്ചലോസ് കൊണ്ട് CPMലുണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ പാർട്ടിക്കകത്ത് ഒരുപാട് പടലപ്പിണക്കങ്ങൾ ഉള്ള ഒരു ജില്ലയാണ് ഇത്. യഥാർത്ഥത്തിൽ ഈ SFI DYFI ഏജുകാരാണ്, അവരാണല്ലോ ഈ സൈബർ അറ്റാക്ക് നടത്തുന്നതിൽ ബിരുദന്മാർ. ആ ഒരു പ്രായം അതാണല്ലോ. അവരെ നിലയ്ക്ക് നിർത്താനായിട്ട് സംസ്ഥാന നേതൃത്വം മുതിരണം. പ്രത്യേകിച്ച് സുധാകരനെ പോലുള്ള, സുധാകരൻ ചെന്നിത്തലയെ പ്രശംസിച്ചു, അവരെന്തിനാ ഇതിനകത്ത് അത് എന്തിന് പ്രശംസിച്ചു എന്ന് പറഞ്ഞ് ഇത് ചെയ്യേണ്ട, അത് ഉയർത്തിക്കാട്ടേണ്ട കാര്യമില്ല. അതൊരു കാര്യം, ലഹരിക്കെതിരെ നടത്തിയ ഒരു ബോധവൽക്കരണമാണ്. അതെന്താ തെറ്റ്? അതിനെ അംഗീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ മര്യാദ അനുസരിച്ചു എന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ, അല്ലാതൊന്നുമല്ല. അതിപ്പോൾ എല്ലാ പാർട്ടികളും ചെയ്യും. BJP ചെയ്യും, ചിലപ്പോൾ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തും, അതിനെ പ്രശംസിക്കുന്നു. ആ പ്രശംസ യാതൊരു തരത്തിലും അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തതുകൊണ്ട് ഇവിടെ CPMന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ലഹരിക്ക് പല കേസുകൾ പോലും ആലപ്പുഴയിൽ വന്നിട്ടുണ്ടല്ലോ. പല പാർട്ടിക്കാരുടെയും ഇടയിൽ, CPMകാരുടെ ഇടയിൽ ഈ ലഹരി, അതുപോലെ തന്നെ അശ്ലീല വീഡിയോ ഒക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഒരു വഴിവിട്ട പോക്കിലാണ് ഈ ആലപ്പുഴയിലെ CPMകാർ. അപ്പോൾ അത് സുധാകരനെ പോലുള്ളവർക്കൊക്കെ അറിയാം അതിൻ്റെ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും സുധാകരൻ വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നെ സുധാകരനെ അങ്ങനെ താറടിച്ച് കാണിക്കേണ്ട കാര്യമില്ല. സുധാകരൻ്റെ പ്രസക്തി ഇപ്പോഴും പാർട്ടിയിൽ നഷ്ടപ്പെട്ടിട്ടില്ല. തരം താഴ്ത്തിയതായിട്ട് ഔദ്യോഗികമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ നമുക്കാർക്കും അത് ഇന്നേ വരെ ഫീൽ ചെയ്തിട്ടില്ല. സുധാകരൻ ലൈവായിട്ട് നിൽക്കുന്നുണ്ട്.